നിങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും ഇവക്കിത് എന്ത് പറ്റി, എന്തിനേ കരയുന്നതെന്നൊക്കെ, എന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നതെന്നൊക്കെ. ഓക്കെ, ഈ വിൻഡോയുടെ കർട്ടൻ നിൽക്കുമ്പം കാണുന്ന ഈ വ്യൂ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറി കാണുന്നവർക്കൊക്കെ സുപരിചിതമായിരിക്കും. അതെ, എൻ്റെ റൂമിൽ നിന്ന് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കേട്ടോ, അതൊരു പാർക്കാണ്, ന്യൂഹാം പാർക്കാണ്. ഈ മരത്തിനും ഒക്കെ ഒരുപാട് കഥയുണ്ട് കേട്ടോ. കാരണം ഈ മരത്തിൻ്റെ ഇല കൊഴിഞ്ഞു പോവില്ലേ വിൻ്റർ ആകുമ്പം. അപ്പം എനിക്ക് ഭയങ്കര വിഷമം വരും, എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ട് പെട്ടെന്നൊരു വെയിൽ വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ റൂമിൻ്റെ കോലം കണ്ടോ, ഞാൻ ഈ വീട്ടിൽ വരാൻ നേരത്തുള്ള റൂമോ കണ്ടോ. അപ്പം ഞാൻ ഈ റൂമിൽ നിന്ന് പോവുകയാണ്. അതായത് നമ്മളിവിടെ 3 വർഷമായിട്ട് ഈ വീട്ടിലാണ് താമസിക്കുന്നത്. സെപ്റ്റംബർ വരുമ്പോൾ 3 വർഷമാവും. അപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമുക്ക് അതുപോലെ ഇൻറ്റിമസി ഉണ്ട് കേട്ടോ. സ്വന്തം ലൈക്ക് നമ്മൾക്കൊരു ഓൺ ഹോം ഫീലിങ്സ് ആയിരുന്നു. അഞ്ചു, ആദി എല്ലാവരും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഓരോരോ വഴിക്കായി. അപ്പോൾ ജോലിയുടെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഞാനും പോവുകയാണ്. അതിലിനി കൂടുതൽ ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ സ്കോട്ട്ലൻഡിലേക്ക് മൂവ് ചെയ്യണം. കാരണം ഒരു കരിയർ ഫോക്കസ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ലണ്ടനിൽ ഇങ്ങനെ ഓരോ കാഴ്ചയും കാണുമ്പോൾ ഇതൊന്നും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ അയ്യോ എന്ത് രസം, അങ്ങനെ ഒരു തോന്നൽ. അങ്ങനെ ഞാൻ അവിടുന്ന് ബസ്സിൽ കയറി. ബസ്സിനാണ് പോകുന്നത്. ഞാൻ ഗ്ലാസ്ഗോയ്ക്കുള്ള ബസ്സിൽ കയറി. കരഞ്ഞ് കാറി കൂവിയൊക്കെയാണ് വന്നത്. എന്നിട്ട് ഞാനിങ്ങനെ ക്യാമറയൊക്കെ ഓണാക്കി എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയതാണ്. അപ്പോഴത്തെ ബസ് എടുക്കാൻ നേരത്തും അവർ പോയിട്ടില്ല. അവരവിടെ നിൽക്കുന്നത് എനിക്ക് കാണാം. പക്ഷെ ഞാൻ ഈ ടാറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവരെന്നെ കണ്ടത്. പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ബസ്സിൽ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരുന്നു. എപ്പോഴോ ഒരു സമയത്ത് ഞാൻ എൻ്റെ കണ്ണടഞ്ഞു പോയപ്പോഴത്തേക്കും പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് വന്നു. ഓക്കെ, 15 മിനിറ്റ് ബ്രേക്കാണ്. വാഷ്റൂമിൽ പോകേണ്ടവർക്കും കോഫി കുടിക്കാൻ പോകേണ്ടവർക്കും വലിക്കാനുള്ളവർക്കും പോകുന്നത്. അങ്ങനെ പോയി വാഷ്റൂമിലൊക്കെ പോയി വീണ്ടും ഞാൻ ഇങ്ങനെ കയറിയിരുന്നു കേട്ടോ. ഇങ്ങനെ ഓരോന്നും ഓർത്തും പാട്ട് കേട്ടു ഇരുന്ന് എപ്പോഴോ അതും വീണ്ടും ഉറങ്ങി. പിന്നെ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു സീനറി കണ്ടു. ശരിക്കും രാവിലെ ഇത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളൊരു ടൗണിൽ നിന്ന് നമ്മളൊരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലത്ത് വരുന്ന ഫീൽ. അങ്ങനെ ബുച്ചനാൻ ബസ് സ്റ്റാൻഡിലെത്തി. ഞാൻ ചേട്ടനെ വെയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫേസൊക്കെ ആകെ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ എടുത്ത് തേച്ച് ഞാനിങ്ങനെ എന്നെ തന്നെ നോക്കി അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ചേട്ടൻ വന്നു, വീട്ടിൽ പോയി ഫ്രഷായി റെഡിയായി. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു പാർക്കിൽ ഇങ്ങനെ നടക്കാനൊക്കെ